ക്വസ്റ്റ്യൻ നമ്പർ 12. ചോദ്യം കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അതിൻ്റെ VSCPR ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും അത് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. VSCPR ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത് കേട്ടോ. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇയാളുടെ അതേ ഷേപ്പ് വരുന്ന ആൾ ഇതിലാരാ, ഇയാളുടെ അതേ ഷേപ്പ് വരുന്ന ആൾ ഇതിലാരാ, അത് മാച്ച് ചെയ്യണം. അതാണ് ചോദ്യം. എളുപ്പമാണ്. XeO3 എന്ന് കേൾക്കുമ്പോൾ മക്കളെ, XeO3 എന്ന് കേൾക്കുമ്പോൾ xenonന്റെ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോണാണ്. ഒരു ഓക്സിജൻ 2 ബോണ്ട് ഉണ്ടാക്കും. പക്ഷെ ഓക്സിജന്റെ 2 ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ VSCPRന്റെ പോസ്റ്റ്ലേറ്റിൽ പഠിച്ചിട്ടുണ്ട്. xenonന്റെ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺ, പിന്നെ ഒരു ഓക്സിജൻ 2 ബോണ്ട്, അപ്പോൾ 3 ഓക്സിജൻ 6 ബോണ്ട് ഉണ്ടാക്കും. പക്ഷെ ആ 6 ബോണ്ടിനെ സിംഗിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. 2 ബോണ്ട് ഒന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ 6നെ 3 ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ AB3. അതിനുശേഷം 2 ഇലക്ട്രോൺ ഉണ്ട്, അതായത് ഒരു ലോൺ പെയർ ഉണ്ട്. അതുകൊണ്ട് ഇയാൾ എന്താ AB3E ഫോർമാറ്റ്, അതായത് 3 ബോണ്ടും ഒരു ലോൺ പെയർ ഉള്ള ആളാണ്. അതേപോലുള്ള ഒരാൾ ഇതിലുണ്ടെങ്കിൽ അവരങ്ങോട്ട് മാച്ച് ചെയ്യാം. ഇതിന്റെ ഷേപ്പ് എന്താണെന്നറിയോ? ട്രൈഗണൽ പിരമിഡ. AB3E ആണെങ്കിൽ ട്രൈഗണൽ പിരമിഡ. അപ്പൊ നിങ്ങൾ ഷേപ്പ് പറയണ്ട, AB3E ഫോർമാറ്റുള്ള വേറെ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്താൽ മതി. അവിടെ NH3 നോക്കിക്കേ, NH3 നോക്ക്. നൈട്രജന്റെ അവസാന ഷെല്ലിൽ 5 ഇലക്ട്രോണാണ്. ഒരു ഹൈഡ്രജൻ 1 ബോണ്ട് ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ 3 ഹൈഡ്രജൻ 3 ബോണ്ട് ഉണ്ടാക്കി. 3 ബോണ്ട് ഉണ്ടാക്കിയതിന് ശേഷം 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ AB3 ഒരു 2 ഇലക്ട്രോൺ, അതാണ് ഒരു ബോണ്ട് ഉണ്ടാക്കിയതിന് ശേഷമുള്ള 2 ഇലക്ട്രോൺ വിളിക്കുന്ന പേര് ലോൺ പെയർ. അപ്പോൾ AB3 ആൻഡ് 1 ലോൺ പെയർ. അപ്പോൾ ഇതും AB3E ആണ്. അതുകൊണ്ട് ഇവർ രണ്ടാളും ഒരേ ഷേപ്പ് ആയിരിക്കും. അപ്പം XeO3 എങ്ങോട്ട് മാച്ച് ചെയ്യാം? NH3 മാച്ച് ചെയ്യാം. അടുത്ത XeF2. XeF2 എന്ന് പറയുമ്പോൾ xenonന്റെ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോണാണ്. 2 ഫ്ലോറിൻ 2 ബോണ്ട് ഉണ്ടാക്കി. അപ്പോൾ AB2, ബാക്കി 6 ഇലക്ട്രോൺ, അതായത് 3 ലോൺ പെയർ. അപ്പോൾ AB2E3 ആരാണ്? AB2E3 ആണ്. അതേപോലെ നിങ്ങൾ I3- നോക്കിക്കേ. സെൻട്രൽ ആറ്റം ഒരു അയോഡിൻ ഉണ്ട്. അയോഡിന്റെ അവസാന ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. ഹാലജൻ ഫാമിലിയ. മൈനസ് ചാർജ് ഉണ്ട് അല്ലേ, അതുകൊണ്ട് 8 ഇലക്ട്രോൺ ആയി. 3 അയോഡിനാ, ഒരു അയോഡിൻ സെൻട്രലിൽ, അപ്പോൾ ബാക്കി 2 അയോഡിൻ സറൗണ്ടിങ്ങിലുണ്ട്. അപ്പോൾ 2 അയോഡിൻ 2 ബോണ്ട് ഉണ്ടാക്കി. അപ്പോൾ AB2, ബാക്കി 6 ഇലക്ട്രോൺ, അതായത് 3 ലോൺ പെയർ. അതുകൊണ്ട് ഇയാളും എന്താണ്? AB2E3 ആണ്. അതുകൊണ്ട് രണ്ടാളും ഒരേ 2 ബോണ്ടും ഒരു 3 ലോൺ പെയറും ആയതുകൊണ്ട് രണ്ടാളുടെ ഒരേ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ XeF2 I3- മാച്ച് ചെയ്യാം. അടുത്ത XeO2F2. xenonന്റെ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോണാണ്. ഒരു ഓക്സിജൻ 2 ബോണ്ട് ആക്കുന്ന ആളാണ്. അപ്പോൾ ഡൈവാലന്റ് ഓക്സിജൻ, അതുകൊണ്ട് ഒരു ഓക്സിജൻ 2 ബോണ്ട് ആക്കുന്ന ആളാണ്. അപ്പോൾ 2 ഓക്സിജൻ 4 ബോണ്ട് ഉണ്ടാക്കും. 4 ബോണ്ട് ഉണ്ടാക്കി. 2 ഫ്ലോറിൻ 2 ബോണ്ട് ഉണ്ടാക്കും. അപ്പം ബാക്കി എത്ര ലോൺ പെയർ ഉണ്ട്? 2 ഇലക്ട്രോൺ, അതായത് ഒരു ലോൺ പെയർ. പക്ഷെ ഇത് AB6 ആയിട്ട് കൂട്ടരുത്. ഓക്സിജന്റെ 4 ബോണ്ടിനെ ടോട്ടൽ 2 ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്സിജന്റെ ഡബിൾ ബോണ്ടിന് സിംഗിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 4നെ 2 ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ട് AB6 ആയിട്ട് കൂട്ടരുത്. ഇതെന്താ വരിക? AB4 വരിക. കാരണം 2 ഓക്സിജന്റെ 4 ബോണ്ടിനെ 2 ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. പിന്നെ 2 ഫ്ലോറിൻ 2 ബോണ്ട്. അപ്പോൾ AB4, ബാക്കി ഒരു ലോൺ പെയർ ഉണ്ട്, അതായത് AB4E ഫോർമാറ്റ്. AB4E ഫോർമാറ്റ്. SF4. സൾഫറിന്റെ അവസാന ഷെല്ലിൽ 6 ഇലക്ട്രോണാണ്. 4 ഫ്ലോറിൻ 4 ബോണ്ട് ഉണ്ടാക്കി. 4 ബോണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി 2 ഇലക്ട്രോൺ, അതായത് ഒരു ലോൺ പെയർ, അതായത് 4 ബോണ്ടും ഒരു ലോൺ പെയറും. അപ്പോൾ AB4E. രണ്ടും AB4E അല്ലേ, അതുകൊണ്ട് അത് രണ്ടിൻ്റെയും ഷേപ്പ് സെയിം ആയിരിക്കും. അതായത് ഇയാൾ എങ്ങോട്ട് മാച്ച് ചെയ്യാം? SF4 മാച്ച് ചെയ്യാം. അപ്പോൾ ലാസ്റ്റത്തെ ഇയാൾ ഓട്ടോമാറ്റിക്കായിട്ട് 1 XeOF4 നോക്കിക്കേ മക്കളെ. XeOF4 xenonന്റെ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോണാണ്. ഒരു ഓക്സിജൻ 2 ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ ശരിക്കും 2 ബോണ്ട് ആക്കിയിട്ടുണ്ട്, പക്ഷേ 2നെ ഒന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. നമുക്ക് അവസാനം നോക്കാം. ഒരു ഓക്സിജൻ 2 ബോണ്ട് ഉണ്ടാക്കി. 4 ഫ്ലോറിൻ 4 ബോണ്ട് ഉണ്ടാക്കി. ബാക്കി അവിടെ എത്ര ലോൺ പെയർ ഉണ്ട്? 2 ഇലക്ട്രോൺ, അതായത് ഒരു ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഒരു ലോൺ പെയർ ഉണ്ട്. പിന്നെ അപ്പോൾ ഒരു ലോൺ പെയർ ഉണ്ട് എന്ന് എഴുതി വെച്ചു, അത് ഉറപ്പിച്ചു. എത്ര ബോണ്ട് ശരിക്കും ഉണ്ടാക്കിയിട്ടുണ്ട്? ഒരു ഓക്സിജൻ 2 ബോണ്ടാ, 4 ഫ്ലോറിൻ 4 ബോണ്ടാ. അപ്പോൾ 6 ബോണ്ടാണ്. പക്ഷെ 6ൽ ആ 2ലുള്ള ആ 2 ബോണ്ടിനെ ഒന്നായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ 1, പിന്നെ ഇവിടെ 4. അപ്പോൾ 4 1 5. അപ്പോൾ AB5E. ഓക്കെ, AB5E വരും. ഇനി BRF5 നോക്കിക്കേ. ബ്രോമിന്റെ അവസാന ഷെല്ലിൽ 5 ഇലക്ട്രോണാണ്. ഹാലജൻ ഫാമിലി 5 ബോണ്ട് ഉണ്ടാക്കി. അപ്പോൾ AB5, ബാക്കി 2 ഇലക്ട്രോൺ, അതായത് ഒരു ലോൺ പെയർ. ഇതും എന്താ? AB5E. ഇപ്പോൾ രണ്ടും ഒരേ ഫോർമാറ്റ് ആയതുകൊണ്ട് ഒരേ ഷേപ്പ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയ ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഓപ്ഷൻ 2 ആയിരിക്കും എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ.